ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ഫൂട്ടിനെ കുറിച്ചാണ്, ബട്ടൺ ഹോൾ ഫൂട്ട്. ഈ ഫൂട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഫാബ്രിക്കിൽ ഹോൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ടൺസ് വെക്കാനുള്ള ഹോൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ഫാബ്രിക് ആവശ്യമാണ്, കട്ടർ, ബട്ടൺസ്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബട്ടൺ ഹോൾ ഫൂട്ട് തന്നെ ആവശ്യമാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നോർമൽ ഫൂട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് ബട്ടൺ ഹോൾ ഫൂട്ട് ഫിക്സ് ചെയ്യാന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ബട്ടൺ ഹോൾ ഫൂട്ട്. ഇത് ഇവിടെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും. ഈ ലെറ്റർ എഴുതിയ ഭാഗമാണ് നമുക്ക് ഫൂട്ടിന്റെ, നമ്മുടെ പ്രസൽ ഫൂട്ട് വെക്കുന്നതിന്റെ ബാക്കിലേക്ക് വെക്കേണ്ടത്. ഇങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ബാക്കിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇതിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ ഫൂട്ടർ വെച്ച് ഫിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ നേരെ വെക്കുക, എന്നിട്ട് ലിവർ താഴ്ത്തി കൊടുക്കുക. ലിവർ മെല്ലെ പൊക്കി നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഇതില് ബട്ടൺ ഹോൾ ഫൂട്ട് ഫിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പ് നമ്മുടെ സെറ്റിംഗ്സില്, സ്വിംഗ് മെഷീന്റെ സെറ്റിംഗ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. ഇത് ബ്രദറിന്റെ ഓൾറെഡി പറഞ്ഞിരുന്നു. നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 6, 7, 8, 9, 10, 11 അങ്ങനെയുള്ള നമ്പേഴ്സിൽ വരുന്ന അക്കത്തിലാണ് നമ്മൾ ഈ സ്ക്രോൾ വീൽ തിരിച്ചു വെക്കുക. ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചിട്ട് അതായത് നമ്പേഴ്സിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യും. പക്ഷെ നമുക്ക് ബട്ടൺ ഹോൾ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ സ്ക്രോൾ വീൽ ബാക്കിലേക്ക് ആക്കി ഈ സെക്ഷനിലാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. സ്ക്രോൾ വീൽ കറക്റ്റ് ആയിട്ട് ഈ സെക്ഷനിൽ കൊണ്ടുവന്ന് വെക്കുക. 1-ലല്ല, ബിയില്. ഈ സെക്ഷനിലതാ ഇവിടെ ആരോ മാർക്ക് കാണാല്ലേ? ഈ ആരോ മാർക്കിന്റെ നേരെ വേണം, ബിയിൽ വേണം വന്ന് നിൽക്കാൻ. ഈ ബി ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ ബട്ടൺ ഹോൾ ഫൂട്ട് ഫിക്സ് ചെയ്തു. ഇനി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് സൂചിയുടെ നൂല്, ഈ നിൽക്കുന്ന നൂല് ഈ ബട്ടൺ ഹോളിന്റെ ഉള്ളിലൂടെ കയറ്റാം. എന്നിട്ട് പുറകുവശത്ത് കൂടെ എടുക്കാം. ഇപ്പൊ സൂചിയുടെ നൂല് ഈ കാണുന്ന വലിയ ഹോളിൽ കൂടെയാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. എന്നിട്ട് അത് സൈഡിലേക്ക് ആക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫൂട്ടർ ഫിക്സ് ചെയ്തു. ഇനി ഇത് ഓൾറെഡി ഫ്ലെക്സിബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ നമ്മുടെ ഏത് ബട്ടൺ ആണോ ഫാബ്രിക്കിൽ ഫിക്സ് ചെയ്യേണ്ടത് ആ ബട്ടൺ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. അതിന്റെ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ലെങ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ബട്ടൺ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഫൂട്ടർ മെല്ലെ ഇളക്കി കറക്റ്റ് മെഷർമെന്റിലേക്ക് വെക്കുക. അവിടേക്ക് നമ്മൾ സൂചി താഴ്ത്തി കൊടുക്കുക. കറക്റ്റ് 1, 2, 3, 4 ഫോർത്ത് സൈസിലാണ് അത് നിൽക്കുന്നത്. കറക്റ്റ് ഫോർത്ത് സൈസിലാണ് അത് നിൽക്കണം. അപ്പൊ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ എത്തിയാൽ നിർത്തണം. കറക്റ്റ് ഫോർത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്തണം. അപ്പൊ നമുക്ക് പ്രസർ ഫൂട്ട് മെല്ലെ താഴ്ത്തി അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം. വെച്ചിട്ടാണ് ലെഫ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം. റൈറ്റ് സൈഡിൽ പോകുന്നതിന് മുമ്പ് മിഡിൽ പാർട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പൊ നമ്മള് ഈ സ്ക്രോൾ വീൽ മെല്ലെ മിഡിലേക്ക് ടേൺ ചെയ്ത് നമ്പർ 1-ലേക്ക് വെക്കണം. ശേഷം സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമ്മൾ സ്ക്രോൾ വീല് 1-ൽ നിന്ന് ഡിയിലേക്ക് മാറ്റണം. ഡി എന്നുള്ളത്
നമ്മുടെ റൈറ്റ് സൈഡ്, ക്ലോത്തിന്റെ റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ സ്ക്രോൾ വീൽ മെല്ലെ തിരിച്ച് ഡിയിലേക്ക് വെക്കുക. ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ അത് മിഡിൽ പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കണം. ഇനി ബാക്ക് പാർട്ടിലേക്ക് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ബാക്കിലേക്ക് പോവാം. ശേഷം വീണ്ടും മിഡിലേക്ക് ആക്കി നമുക്ക് മുകളിലത്തെ ഭാഗവും രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാണ്ട്, രണ്ടും തമ്മിൽ ഒന്നിച്ച് ചേർക്കാനുണ്ട്. സൂചി മാറ്റി നല്ല ഫാബ്രിക് എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ മിഡിൽ പാർട്ടില് ഒരു കട്ടർ ഉപയോഗിച്ച് മെല്ലെ ഈ മിഡിൽ പാർട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ബട്ടൺ ഹോൾ ഫൂട്ട് ഉപയോഗിച്ച് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ബട്ടൺ കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.